എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജമ്മു കാശ്മീരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭീകരർക്കെതിരായിട്ടുള്ള പോരാട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില സംഭവവികാസങ്ങളെക്കുറിച്ചാണ്. പെഹൽഗാം തീവ്രവാദി ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ആസിഫ് ഷെയ്ഖിനെയും അവൻ്റെ കൂട്ടാളികളെയും നമ്മളുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊന്നൊടുക്കി. അതോടൊപ്പം ഈ ഭീകരരുടെ വീടുകൾ ഇടിച്ചു നിരത്താനായിട്ടുള്ള ഒരു കടുത്ത തീരുമാനം അവിടുത്തെ ഭരണകൂടം എടുക്കുകയാണ്. അതോടൊപ്പം താഴ്വരയിൽ ഇപ്പോഴും ശക്തമായി തുടരുന്ന ഭീകരവിരുദ്ധ നീക്കങ്ങൾ, ഇതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ വിശദമായി ചർച്ച ചെയ്യും. മാത്രമല്ല ഇതിനോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ കിരാന കുന്നുകളെക്കുറിച്ച് ചില വലിയ ചർച്ചകളും അഭ്യൂഹങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും എല്ലാം നടക്കുന്നുണ്ടല്ലോ. എന്താണ് അതിന് പിന്നിലെ സത്യാവസ്ഥയെന്നും ഈ വിഷയങ്ങളെല്ലാം നമ്മളുടെ രാജ്യസുരക്ഷയുമായി എന്ത് ബന്ധമാണുള്ളതെന്നും ഒക്കെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കും. ചുരുക്കത്തിൽ ഇത് ഭാരതത്തിന്റെ ഉറച്ച തീരുമാനത്തിന്റെ കഥയാണ്. ഭീകരതയ്ക്ക് കൊടുക്കേണ്ടി വരുന്ന വലിയ വില എന്താണെന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം കാശ്മീരിൽ മാറിക്കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും ഇത് സംസാരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാശ്മീരിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ വളരെ ഗൗരവമുള്ളവയാണ്. രാജ്യത്തിന്റെ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്ന ചില നിർണായക നീക്കങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനു മുന്നേ ഒരു കാര്യം, ഈ സാഹചര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാമ്പത്തിക കാര്യങ്ങളൊന്നും അത്ര നല്ല രീതിയിലല്ല പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. പണ്ടത്തെ പോലെ എളുപ്പമല്ല കാര്യങ്ങൾ. പക്ഷേ പുതുതലമുറയിലെ ആൾക്കാർ പൈസയൊക്കെ ഉണ്ടാക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ടെക്നോളജിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു 2 ദിവസം നിങ്ങൾ AI പഠിക്കാൻ വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയറിൽ എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റുമെന്ന്. ഇപ്പോഴിതാ നിങ്ങൾക്കൊരു സൂപ്പർ ചാൻസ് വന്നിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് തികച്ചു സൗജന്യമായിട്ട് 2 ദിവസത്തെ AI ട്രെയിനിങ് പ്രോഗ്രാം നൽകുകയാണ്. നമ്മളുടെ അടിപൊളി പാർട്ണറായിട്ടുള്ള ഔട്ട്സ്കിൽസിന് ഒരുപാട് നന്ദി. ഏകദേശം 10,000 രൂപയൊക്കെ വില വരുന്ന പ്രോഗ്രാമാണ് കേട്ടോ ഇത്. അതാണ് ഞങ്ങൾ നിങ്ങൾക്ക് സൗജന്യമായി നൽകുന്നത്. ഇതൊരു സാധാരണ ട്രെയിനിങ് ഒന്നുമല്ല കേട്ടോ. ലോകത്തെ ആദ്യത്തെ AI മാത്രം ഫോക്കസ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണിത്. നല്ല അടിപൊളി AI ഇൻവെസ്റ്റേഴ്സും എക്സ്പേർട്സും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത്. ഈ പ്രോഗ്രാം ശനിയും ഞായറും രാവിലെ 11 മണി മുതൽ 7 മണി വരെ ഉണ്ടാകും. മൊത്തം 16 മണിക്കൂറുള്ള ട്രെയിനിങ് ആണ്. ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. ഇതിൽ നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്? 20ലധികം AI ടൂളുകൾ ഉപയോഗിക്കാൻ, അടിപൊളി റിസൾട്ട് കിട്ടാനുള്ള പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, കോഡിംഗ് ഇല്ലാതെ ഡാറ്റ അനാലിസിസ്, AIയും എക്സലും വെച്ച് പ്രൊഫഷണൽ പ്രസന്റേഷൻ ഉണ്ടാക്കുന്നത്, കോഡിംഗ് ഒന്നും ചെയ്യാതെ തന്നെ AI വെച്ച് ടൂളുകളും ആപ്ലിക്കേഷനുകളും ഉണ്ടാക്കുന്നത്, AI വെച്ച് ഞെട്ടിക്കുന്ന ഫോട്ടോസും വീഡിയോസും ജനറേറ്റ് ചെയ്യുന്നത്, പവർഫുൾ ആയിട്ടുള്ള AI ഏജന്റുമാരെ ഉണ്ടാക്കുന്നത്, അതോടൊപ്പം എല്ലാ ജോലികളും എളുപ്പമാക്കാനുള്ള ഓട്ടോമേഷൻ, ഇതെല്ലാം നിങ്ങൾ ഇവിടെ പഠിക്കും. ഇതൊക്കെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. നിങ്ങൾ ടെക്, സെയിൽസ്, മാർക്കറ്റിംഗ്, HR, ഓപ്പറേഷൻസ്, അങ്ങനെ ഏത് ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ സമാനമായിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലും ഈ പ്രോഗ്രാം നിങ്ങൾക്കുള്ളതാണ്. സീറ്റുകൾ പെട്ടെന്ന് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഈ സംഭവ വികാസങ്ങളെല്ലാം ആരംഭിക്കുന്നത് പുൽവാമ ജില്ലയിലെ അവന്തിപ്പോരയിൽ ഇന്നും ഇന്നലെയൊക്കെയായിട്ട് നടന്ന ഒരു നിർണായകമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ നിന്നാണ്. ഇവിടെ വെച്ചാണ് 3 ഭീകരരെ നമ്മളുടെ ധീരരായിട്ടുള്ള സുരക്ഷാ സേന വകവരുത്തിയത്. അതിൽ ഏത് സുരക്ഷാ സേനയാണ് ഉണ്ടായിരുന്നത് നോക്കുവാണെങ്കിൽ CRPFും ജമ്മു കാശ്മീർ പോലീസും അതോടൊപ്പം ഇന്ത്യൻ ആർമിയും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ ഒരു തീവ്രവാദി എന്നുള്ളത് അത്രത്തോളം കുപ്രസിദ്ധനും ഒരുപാട് ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ആളുമായിരുന്നു. അതായത് ജെയ്ഷെ മുഹമ്മദ് ഭീകരനായിട്ടുള്ള ആസിഫ് അഹമ്മദ് ഷെയ്ഖ് ആയിരുന്നു എന്നതാണ് ഇതിന്റെ പ്രാധാന്യം. എല്ലാം തുടങ്ങുന്നത് കൃത്യവും അതീവ രഹസ്യവുമായിട്ടുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ ലഭിച്ചതോടെയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2025 മെയ് 15-ാം തീയതി രാവിലെ അവന്തിപ്പോരയിലെ നാദർ ത്രാൽ പ്രദേശങ്ങളിൽ സുരക്ഷാ സേന ഒരു ഓപ്പറേഷൻ തുടക്കമിടുകയാണ്. ഈ പ്രദേശത്ത് ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന വിവരമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓർക്കണം, കഴിഞ്ഞ ഏപ്രിലിൽ 26 നിരപരാധികളുടെ ജീവനെടുത്ത പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കാശ്മീർ താഴ്വരയിൽ ഭീകരർക്കെതിരായിട്ടുള്ള നടപടികളിൽ നമ്മുടെ സൈന്യം വളരെ ശക്തമാക്കിയിരുന്നു. ഈ വലിയ ഭീകരവിരുദ്ധ ഓപ്പറേഷന്റെ ഒരു ഭാഗമായിട്ടാണ് അവന്തിപ്പോരയിലെ ഈ പ്രത്യേക നീക്കം. CRPFിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ജമ്മു കാശ്മീർ പോലീസും തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ ശ്രമിച്ചപ്പോൾ അപ്രതീക്ഷിതമായിട്ട് അവർക്ക് നേരെ ശക്തമായ വെടിവെപ്പ് ഉണ്ടാകുകയാണ്. തീവ്രവാദികളാണ് ആദ്യം പ്രകോപനം സൃഷ്ടിച്ചത്. ഇതിന് മറുപടിയായിട്ട് നമ്മുടെ സൈന്യം ശക്തമായിട്ട് തിരിച്ചടിക്കുകയാണ്. കുറച്ചു നേരം നീണ്ടു നിന്ന വെടിവെപ്പിനും ഏറ്റുമുട്ടലിനും ഒടുവിലാണ് 3 ഭീകരരെയും നമ്മളുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് നടന്ന പരിശോധനയിലാണ് ഇവരെ ആസിഫ് അഹമ്മദ് ഷെയ്ഖ്, അമീർ നസീർ വാണി, യാവർ അഹമ്മദ് ഭട്ട് എന്നിവരായി തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ 3 പേരും പുൽവാമ ജില്ലക്കാർ തന്നെയാണെന്നുള്ളതാണ്. ഇതിൽ ആസിഫ് ഷെയ്ഖിന്റെ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ ഇയാൾ തെക്കൻ കാശ്മീരിലെ പല തീവ്രവാദ പ്രവർത്തനങ്ങളുടെയും പ്രധാന കണ്ണിയായിരുന്നു. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകൾ ഇയാളുടെ പേര് നിരന്തരമായി വന്നിട്ടുമുണ്ട്. പ്രത്യേകിച്ച് പെഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ-തോയ്ബ പോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുക, ആയുധങ്ങൾ എത്തിച്ചു നൽകുക, മറ്റ് ലോജിസ്റ്റിക്കൽ സഹായങ്ങൾ, അതായത് സാധനങ്ങളൊക്കെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുക എന്നിവയെല്ലാം ചെയ്തു കൊടുത്തിരുന്നത് ഇയാളാണെന്നാണ് കരുതപ്പെടുന്നത്. 2022 ഏപ്രിൽ മുതൽ ഇയാൾ സജീവമായിട്ട് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അടുത്തിടെ നടന്ന പെഹൽഗാം ആക്രമണത്തിന്റെ ആസൂത്രണത്തിലും അത് നടപ്പാക്കിയതിലും ഇയാൾക്ക് പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ടായിരുന്നതായിട്ട് അന്വേഷണ ഏജൻസികൾ ശക്തമായി സംശയിക്കുന്നുണ്ട്. ഈ ഓപ്പറേഷൻ നമ്മളുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയത് വളരെ കൃത്യതയോടെയും സൂക്ഷ്മതയോടെയുമാണ്. സാധാരണക്കാർക്ക് ഒരു കാരണവശാലും അപകടം സംഭവിക്കരുത് എന്ന് സൈന്യം പ്രത്യേകം ശ്രദ്ധിച്ചു. ചുറ്റുമുള്ള കെട്ടിടങ്ങൾക്കും മറ്റു വസ്തുക്കൾക്കും നാശനഷ്ടങ്ങൾ പരമാവധി കുറച്ചുകൊണ്ടാണ് ഭീകരരെ ലക്ഷ്യം വെച്ചത്. അതോടൊപ്പം ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്ത് നിന്ന് കാര്യമായ ആയുധ ശേഖരവും വെടിമരുന്നുകളും ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി രേഖകളും മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകൾ പോലുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളും ഒക്കെ പിടിച്ചെടുത്തു. ഇത് കൊല്ലപ്പെട്ട ഭീകരർക്ക് സമീപകാല ആക്രമണങ്ങളിലെ പങ്ക് കൂടുതൽ ഉറപ്പുവരുത്തുന്ന തെളിവുകളാണ്. ഈ വിജയത്തെക്കുറിച്ച് ഒരു മുതിർന്ന പോലീസ്
ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഇത് നമ്മളുടെ സേനയ്ക്ക് ലഭിച്ച വളരെ വലിയ വിജയമാണ്. ആസിഫ് ഷെയ്ഖ് വർഷങ്ങളായി സുരക്ഷാ ഏജൻസികൾ തിരയുന്ന പിടികിട്ടാപ്പുള്ളിയായിട്ടുള്ള തീവ്രവാദിയാണ്. ഇയാളെ ഇല്ലാതാക്കിയത് തെക്കൻ കാശ്മീരിലെ പ്രാദേശിക ഭീകര ശൃംഖലയെ സാരമായി തന്നെ ബാധിക്കും. അവരുടെ പ്രവർത്തനങ്ങളെയും നീക്കങ്ങളെയും ഇത് ശക്തമായി തടസ്സപ്പെടുത്തുമെന്നാണ്. ഇനി നമുക്ക് ഈ തീവ്രവാദികളുടെ വീടുകൾ ഇടിച്ചു നിരത്തിയതിനെ പറ്റി സംസാരിക്കാം. പുൽവാമയിലെ ഏറ്റുമുട്ടൽ നടന്നതിന് സമാന്തരമായി കാശ്മീർ താഴ്വരയിൽ മറ്റൊരു പ്രധാനപ്പെട്ടതും ശക്തവുമായിട്ടുള്ള ഒരു നീക്കം നടന്നായിരുന്നു. പെഹൽഗാം ആക്രമണത്തിലും മറ്റ് സമീപകാല സംഭവങ്ങളിൽ നേരിട്ടുൾപ്പെട്ട ഭീകരരുടെ വീടുകൾ ജമ്മു കാശ്മീർ ഭരണകൂടം ഇടിച്ചു നിർത്താൻ തുടങ്ങിയാണ്. ഭീകരരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വേരോടെ പിഴുതെറിയാനുള്ള ഭരണകൂടത്തിന്റെ വലിയൊരു നയത്തിന്റെ ഭാഗമായിട്ടുള്ളതാണിത്. തീവ്രവാദത്തിന് ഒരു വിലയുണ്ട്, അതിന് കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന വ്യക്തമായ സന്ദേശം നൽകുകയാണ് ഈ നടപടികളിലൂടെ ചെയ്യുന്നത്. അവന്തിപ്പോരയിൽ നിന്നുള്ള ഭീകരൻ ആസിഫ് ഷെയ്ഖ്, ത്രാലിയിലെ ഖാത്പോരിൽ നിന്നുമുള്ള അമീർ നസീർ വാണി, യാവർ അഹമ്മദ് ഭട്ട് എന്നിവരുടെ വീടുകളാണ് ഇടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ 3 പേരും പുൽവാമ ജില്ലക്കാർ തന്നെയാണ്. വീടുകൾ ഇടിച്ചു നിർത്തുന്ന നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് ആ വീടുകളിൽ താമസിച്ചിരുന്ന കുടുംബങ്ങളെ അധികാർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു എന്ന് ഉറപ്പുവരുത്തിയിരുന്നു. മറ്റ് വീടുകൾക്ക് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന വീടുകൾ നിയന്ത്രിത സ്ഫോടനങ്ങളിലൂടെയാണ് ഇടിച്ചു നിർത്തിയത്. ബാക്കി വീടുകളൊക്കെ ബുൾഡോസർ ഉപയോഗിച്ചു. അധികാരികൾ ഈ നടപടികളെ കുറിച്ച് വ്യക്തമാക്കിയത് ഇതൊന്നും വെറുതെ ചെയ്യുന്നതല്ല എന്നാണ്. ലക്ഷ്യമിട്ട ഈ വീടുകളെല്ലാം തന്നെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാനുള്ള സ്ഥലങ്ങളായോ, അല്ലെങ്കിൽ ആയുധങ്ങളും സ്ഫോടന വസ്തുക്കളും സൂക്ഷിക്കാനുള്ള സുരക്ഷിത കേന്ദ്രങ്ങളായോ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില രഹസ്യ ഗൂഢാലോചനകൾ ആസൂത്രണം ചെയ്ത രഹസ്യ സ്ഥലങ്ങളായോ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവ ലക്ഷ്യമിട്ടത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും, അല്ല അവർ ചെയ്തതിന് അവരുടെ കുടുംബങ്ങൾ എന്ത് ചെയ്തു എന്നല്ലേ? അല്ല, ഈ ഒരു വീടുകളൊക്കെ ഇവരുടെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. ഇടിച്ചു നിരത്തൽ നടത്തിയത് വളരെ കൃത്യതയോടെ ആയതുകൊണ്ട് അയൽവക്കത്തെ വീടുകൾക്കും പൊതുജനങ്ങൾക്കും ഒരു അപകടവും ബുദ്ധിമുട്ടും സംഭവിക്കാതിരിക്കാനും കഴിഞ്ഞു. ഈ നടപടിയെക്കുറിച്ച് സംസാരിച്ച ഒരു മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്: ഈ നടപടി വളരെ വ്യക്തമായ ഒരു ലക്ഷ്യത്തോടെയുള്ളതാണ്. പ്രാദേശിക ഭീകരതയും ഭീകരപ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങളെയും ഇല്ലാതാക്കുക എന്നാണ് ലക്ഷ്യമിടുന്നത്. തോക്കെടുത്ത് ഭീകരപ്രവർത്തനങ്ങൾക്ക് ഇറങ്ങാൻ തയ്യാറാകുന്ന പ്രാദേശിക യുവാക്കൾക്ക് ഇതൊരു കർശനമായിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ്. അവർക്ക് അത്തരം വഴി തിരഞ്ഞെടുത്താൽ അവരുടെ കുടുംബങ്ങൾക്കും അതിന്റെ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ള ശക്തമായിട്ടുള്ള ഒരു താക്കീത് കൂടെയാണിത്. ഈ നടപടികൾ വീടുകൾ ഇടിച്ചു നിർത്തുന്നതിൽ മാത്രം അവസാനിക്കുന്നില്ല. ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളെല്ലാം നിഷേധിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. പാസ്പോർട്ട് ലഭിക്കില്ല, സർക്കാർ ജോലികൾ ലഭിക്കില്ല, പോലീസ് ക്ലിയറൻസ് നൽകില്ല. ഇങ്ങനെ പലതരത്തിലുള്ള നിയന്ത്രണങ്ങളും അവരെ അങ്ങനെ മൊത്തത്തിൽ പെടുത്താൻ പോവുകയാണ്. അതായത് ഇനി ഒരാളും ഒരു ചെറുപ്പക്കാരനും ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങരുത്. അങ്ങനെ ഇറങ്ങുവാണെങ്കിൽ നിങ്ങളുടെ കുടുംബം അത്രത്തോളം ബുദ്ധിമുട്ടുമെന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാകണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി. അതായത് ഭീകരത വളരാൻ സഹായിക്കുന്ന മുഴുവൻ സഹായ സംവിധാനങ്ങളെയും ഇല്ലാതാക്കുക, ഭീകരർക്ക് പൊതുസമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണ ഇല്ലാതാക്കുക, ഇതൊക്കെ തന്നെയാണ് ലക്ഷ്യമിടുന്നത്. പുൽവാമയിൽ നടന്ന ഏറ്റുമുട്ടലുകളും തീവ്രവാദികളുടെ വീടുകൾ ഇടിച്ചു നിർത്തിയതുമെല്ലാം പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഭരണകൂടം കാശ്മീരിൽ ശക്തമാക്കിയ വലിയ ഭീകരവാദ വിരുദ്ധ നടപടികളുടെ ഭാഗം മാത്രമാണ്. പോലീസും സുരക്ഷാ സേനയും കാശ്മീർ താഴ്വരയിലുടനീളം ഇപ്പോൾ വ്യാപകമായിട്ടുള്ള തിരച്ചിലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭീകരവാദത്തെ സഹായിക്കുന്ന മുഴുവൻ സംവിധാനങ്ങളെയും, അതായത് ഭീകര എക്കോസിസ്റ്റത്തെ ലക്ഷ്യമിട്ടാണ് ഈ നീക്കങ്ങൾ. ഭീകരർക്ക് ഒളിത്താവളം നൽകുന്നവർ, അവർക്ക് ധനസഹായം ചെയ്യുന്നവർ, ആശയപരമായ പിന്തുണ നൽകുന്നവർ, വിവരങ്ങൾ കൈമാറുന്നവർ തുടങ്ങിയ ഈ ശൃംഖലയിലെ എല്ലാ കണ്ണുകളെയും കണ്ടെത്താനും ഇല്ലാതാക്കാനുമാണ് ശ്രമം. ശ്രീനഗറിൽ മാത്രം നിരോധിക്കപ്പെട്ട സംഘടനയായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ളവരുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഡസൻ കണക്കിന് ആൾക്കാരുടെ വീടുകളാണ് പോലീസ് റെയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് നിയമപ്രകാരമായിരുന്നു ഈ റെയ്ഡുകളെല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ റെയ്ഡുകളിൽ പ്രധാനമായിട്ടും ലക്ഷ്യമിട്ടത് ഭീകരർ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ, അതുപോലെ തന്നെ ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ പോലുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ ഒക്കെ തന്നെ പിടിച്ചെടുക്കുകയുണ്ടായി. അതുവഴി ഭാവിയിലെ ആക്രമണങ്ങൾ തടയാൻ സഹായിക്കുന്ന നിർണായകമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഒരു ഉദ്യോഗസ്ഥൻ ഈ റെയ്ഡുകളെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ റെയ്ഡുകളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ് നടത്തിയത് എന്നുള്ളതാണ്. മുതിർന്ന ഉദ്യോഗസ്ഥരെ, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരും അങ്ങനെ ഒരുപാട് പേരുടെ മേൽനോട്ടത്തിലായിരുന്നു എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കെതിരെ ഭാവിയിൽ എന്തെങ്കിലും ഗൂഢാലോചനകളോ ഭീകരവാദ പ്രവർത്തനങ്ങളോ ഉണ്ടാകുന്നത് പൂർണ്ണമായും തടയുക എന്നതാണ് ഈ നീക്കങ്ങളുടെ പിന്നിലെ പ്രധാന ലക്ഷ്യം. അതേസമയം പുൽവാമ, ഷോപ്പിയാൻ പോലുള്ള തെക്കൻ കാശ്മീർ ജില്ലയിലെ സുരക്ഷാ സംവിധാനം ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രദേശങ്ങളുടെ അടുത്തിടെ പല പ്രധാന ഏറ്റുമുട്ടലുകളും ഭീകരർക്കെതിരായിട്ടുള്ള നടപടികൾ നടന്നിട്ടുണ്ട്. സൈന്യവും പോലീസും ചേർന്ന്, അതായത് CRPF-ഉം ഇന്ത്യൻ ആർമിയും എല്ലാ ആംഡ് ഫോഴ്സും ചേർന്ന് ഒരുമിച്ചാണ് എല്ലാ പ്രദേശങ്ങളിലും ഈ സെർച്ചും കാര്യങ്ങളൊക്കെ നടത്തുന്നത് കേട്ടോ. പ്രധാനമായിട്ടും വനങ്ങളിലും ഉൾപ്രദേശങ്ങളിലും വ്യാപകമായിട്ട് കോമ്പിംഗ് ഓപ്പറേഷനുകൾ നടത്തുന്നുണ്ട്. ഭീകരർക്ക് ഒളിച്ചിരിക്കാനും അവരുടെ പ്രവർത്തനങ്ങൾ തുടരാനും ഒരിടവും നൽകാത്ത രീതിയിലാണ് ഈ സെർച്ചുകളൊക്കെ അവിടെ നടക്കുന്നത്. അതോടൊപ്പം കൂടുതൽ ജാഗ്രതയുടെ ഭാഗമായി സുരക്ഷാ മുൻകരുതലുകൾ എന്ന നിലയിൽ പ്രധാനപ്പെട്ട പൊതു പാർക്കുകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും താൽക്കാലികമായിട്ട് അടച്ചിരിക്കുകയാണ്. ദൂത് പത്രി, കോക്കർനാഗ്, ബാഗസ്വാലി പോലെയുള്ള ജനപ്രിയ വിനോദ കേന്ദ്രങ്ങളാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് അടച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ സുരക്ഷയെ കണക്കിലെടുത്തുകൊണ്ടാണ്. പഹൽഗാമിലെ ധാരണ സംഭവങ്ങൾക്ക് ശേഷം തിരക്കുള്ള സ്ഥലങ്ങളിൽ ഭീകരർക്ക് ആക്രമണം നടത്താനുള്ള ഒരു സാധ്യതയും
ഇല്ലാതാക്കുക എന്നാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. ഈ കാര്യങ്ങളുടെയൊക്കെ സ്വാധീനം എന്താണ്, ഭീകരർക്കും പൊതുജനങ്ങൾക്കും നൽകുന്ന സന്ദേശം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ അടുത്ത കാലത്തായിട്ടുണ്ടായ ഓപ്പറേഷനുകളും ശക്തമായിട്ടുള്ള നടപടികളും കാശ്മീരിലെ ഭീകര ശൃംഖലയ്ക്കും അവർ ഏതെങ്കിലും രീതിയിൽ പിന്തുണയ്ക്കുന്നവർക്കുമുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു താക്കീതാണ്, ഒരു ശക്തമായിട്ടുള്ള സന്ദേശമാണ് നൽകിയിട്ടുള്ളത്. ആസിഫ് ഷെയ്ഖ് പോലുള്ള പ്രധാനപ്പെട്ട ഭീകരനെ ഇല്ലാതാക്കിയത് തെക്കൻ കാശ്മീരിലെ ജെയ്ഷെ മുഹമ്മദ് പോലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക്, ആ ഗ്രൂപ്പുകൾക്ക് വലിയ തിരിച്ചടിയാണ് നേരിട്ടിട്ടുള്ളത്. ഇതവരുടെ ആശയവിനിമയ സംവിധാനങ്ങളെയാണ് തടസ്സപ്പെടുത്തുന്നത്. ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനും നടപ്പാക്കാനുമുള്ള അവരുടെ ശേഷി ഗണ്യമായി കുറയുകയാണ്. മാത്രമല്ല പുതിയ ആൾക്കാരെ ഭീകരവാദ സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള അവരുടെ ശക്തിയും ഇതോടെ ഗണ്യമായി കുറയും. ഭീകരവാദികളുടെ വീടുകൾ ഇടിച്ചു നിർത്തുന്ന നടപടി വിവാദമാണെങ്കിൽ ഭീകരവാദത്തെ പിന്തുണച്ചാൽ വ്യക്തിപരമായും കുടുംബപരമായും വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ള ഭരണകൂടത്തിന്റെ കർശന നിലപാടാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇത് ഭീകരവാദികൾക്ക് സമൂഹത്തിൽ നിന്നുള്ള സഹായം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത് പോലെയുള്ള നടപടികൾ ഇത്തരം ഘട്ടങ്ങളെ മുഖ്യധാരയിൽ നിന്ന് കൂടുതൽ ഒറ്റപ്പെടുത്താനും അവരുടെ സാമൂഹിക പിന്തുണ ഇല്ലാതാക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ്. പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ശക്തമായ നീക്കങ്ങൾ കശ്മീരിൽ സമാധാനവും സുരക്ഷയും പുനഃസ്ഥാപിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നുള്ള ഒരു ഉറപ്പാണ് നൽകുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുക എന്നാണ് സർക്കാരിന്റെ പ്രധാന ഉത്തരവാദിത്തം എന്നാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. അതേസമയം ഈ ശക്തമായ നടപടികളിൽ നിരപരാധികളായിട്ടുള്ള സാധാരണക്കാർക്ക് ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുണ്ടാകാതെ ശ്രദ്ധിക്കണം എന്നുള്ള ആവശ്യവും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ സർക്കാർ നടപടികളുടെ ഭാഗമായിട്ട് തന്നെ അങ്ങനെ ഒന്നും ഉണ്ടാകാതെ, അതായത് സാധാരണക്കാർക്കൊന്നും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാതെയാണ് ഈ നടപടികളെല്ലാം, ഈ സുരക്ഷാ നടപടികളെല്ലാം നമ്മളുടെ സർക്കാരും സുരക്ഷാ സേനകളും കൈക്കൊണ്ടിട്ടുള്ളത്. അവിടെയുള്ള ഒരു നാട്ടുകാരൻ ഈ വിഷയത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്, ഞങ്ങൾക്ക് കാശ്മീരിൽ സമാധാനം വേണം, സർക്കാർ ഭീകരതയ്ക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കണം, അത് ആവശ്യവുമാണ്. പക്ഷേ ആ നടപടികൾ സാധാരണക്കാർക്ക് ഒരു കാരണവശാലും ബുദ്ധിമുട്ടുണ്ടാകരുത്. ഭൂരിപക്ഷം ആൾക്കാർക്കും ഭയമില്ലാതെ തങ്ങളുടെ ജീവിതം സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ വാക്കുകൾ അവിടെയുള്ള സാധാരണക്കാരൻ്റെ മനസ്സിലെ ആശങ്കയും അതോടൊപ്പം പ്രതീക്ഷയും, ഭീകരവാദം ഇല്ലാതാകുമെന്നുള്ള നല്ലൊരു നാളേക്കായിട്ടുള്ള പ്രതീക്ഷയും ഒരുപോലെ കാണിക്കുന്നു. ഇനി നമ്മൾ സംസാരിക്കേണ്ടത് ഭാരതത്തിന്റെ ഭീകരവിരുദ്ധ നയങ്ങളെ പറ്റിയിട്ടാണ്. പുൽവാമയിലെയും താഴ്വരയിലെയും സമീപകാല സംഭവങ്ങൾ ഭീകരതയോടുള്ള ഭാരതത്തിന്റെ വിശാലമായ സീറോ ടോളറൻസ് നയത്തിന്റെ ഭാഗമാണ്. അതായത് ഭീകരതയോട് യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയില്ല എന്ന കർശന നിലപാടാണ് നമ്മളുടെ ഗവൺമെന്റും ആംഡ് ഫോഴ്സുകളും എടുത്തിട്ടുള്ളത്. ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം രാജ്യസുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് സർക്കാർ വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചു. നമ്മൾ POKയിൽ പാക് അധിനിവേശ കശ്മീരിലേക്കും പാകിസ്ഥാനുകളിലേക്കും കയറി അവിടെയുള്ള ഭീകരവാദ കേന്ദ്രങ്ങളെല്ലാം അടിച്ചു തകർത്തു. 100-ലധികം വരുന്ന തീവ്രവാദികളെ നമ്മളുടെ സൈന്യം കൊന്നു. ഇതെല്ലാം തന്നെ ഈ ഭാരതത്തിന്റെ ഈ ഉറച്ച തീരുമാനത്തിന്റെ ഏറ്റവും പുതിയതും ശക്തമായിട്ടുള്ള ഉദാഹരണമായിരുന്നു. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയണം. അടുത്തിടെ നമ്മളുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാനിലെ കിരാന കുന്നുകളെ കുറിച്ച് വലിയ ചർച്ചകളും അഭ്യൂഹങ്ങളും ഉയർന്നിരുന്നു. പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് വ്യാപകമായി കരുതപ്പെടുന്ന ഒരു പ്രധാന സൈനിക കേന്ദ്രമാണിത്. ഇന്ത്യ ഈ പ്രദേശം ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയെന്നും അവിടെ ആണവ ചോർച്ചയുണ്ടായെന്നും വരെ ചില പ്രചാരണങ്ങൾ ഉണ്ടായി. സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രചാരണങ്ങളാണ് കേട്ടോ. ഒരിക്കലും ഇത് നമ്മളുടെ ഇന്ത്യൻ ആർമി പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ വ്യാജ പ്രചാരണങ്ങളായിട്ട് മാത്രമേ ഇതിനെ നമ്മൾ കാണാവുള്ളൂ. അതായത് യുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഗവൺമെന്റും നമ്മളുടെ സുരക്ഷാ ഏജൻസികളും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സത്യം. അതായത് കൃത്യമായിട്ട് നമ്മുടെ രാജ്യം ഈ ആരോപണങ്ങൾ നിഷേധിച്ചു. നമ്മളുടെ വ്യോമസേന ഉദ്യോഗസ്ഥര് ഇത് അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയുണ്ടായി. ഏറ്റവും പ്രധാനമായി ആഗോള ആണവ നിരീക്ഷണ ഏജൻസി ആയിട്ടുള്ള IAEA ഔദ്യോഗികമായി വ്യക്തമാക്കിയത് പാകിസ്ഥാനിൽ ഒരു ആണവ കേന്ദ്രത്തിൽ നിന്നും റേഡിയോ ആക്റ്റീവ് ചോർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആ പ്രചാരണങ്ങളെല്ലാം സത്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യയുടെ ലക്ഷ്യം ഭീകരവാദ കേന്ദ്രങ്ങളാണ്, അല്ലാതെ ആണവ കേന്ദ്രങ്ങളായിരുന്നില്ല എന്നത് വീണ്ടും വ്യക്തമാക്കുകയാണ്. നമുക്ക് അവിടുത്തെ സാധാരണക്കാരെയോ മറ്റാരെയും ഒന്നും ചെയ്യേണ്ട. നമ്മൾ ആർക്കെതിരെയാണ് പോരാടുന്നത്? അവിടെയുള്ള തീവ്രവാദികൾക്കെതിരെ മാത്രമാണ്. പാകിസ്ഥാൻ വ്യാജ പ്രചാരണങ്ങളാണല്ലോ നടത്തുന്നത്. നമ്മുടെ എയർബേസ് ആക്രമിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെയുള്ള പാകിസ്ഥാന്റെ മറ്റൊരു വ്യാജ പ്രചാരണമാണ് ഇത് തുറന്നു കാട്ടുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീനഗർ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം ഭാരതത്തിന്റെ നിലപാട് ആവർത്തിച്ചത് വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഭാരതം ഒരിക്കലും യുദ്ധത്തെ അനുകൂലിക്കുന്നവരല്ല, പക്ഷേ നമ്മളുടെ പരമാധികാരം ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശക്തമായി തിരിച്ചടിക്കും. ഭീകരതയ്ക്കെതിരെ ഭാരതം എടുത്ത ഏറ്റവും വലിയ നടപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഭീകരതയ്ക്കെതിരെ നമ്മൾ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഭാരതത്തിന്റെ ദൃഢനിശ്ചയത്തെയാണ് വ്യക്തമാക്കുന്നത്. ഇനി എന്തൊക്കെയാണ് കാശ്മീരിൽ സംഭവിക്കാൻ പോവുക, വെല്ലുവിളികൾ എന്താണ്, പ്രതീക്ഷകൾ എന്താണ് എന്നൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാം അല്ലേ. ഈ അടുത്ത കാലത്തുണ്ടായ വിജയങ്ങളും ശക്തമായിട്ടുള്ള നടപടികളും കാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്ക് പുതിയ ഊർജ്ജം നൽകിയിട്ടുണ്ട്. എന്നാൽ മുന്നോട്ടുള്ള വഴി ഇപ്പോഴും ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ഭീകര ഗ്രൂപ്പുകൾ പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ടില്ല. അവർ പുതിയ ആളുകളെ സംഘടനയിലേക്ക് ആകർഷിക്കാനും സുരക്ഷാ സംവിധാനങ്ങളെ മറികടന്ന് സമാധാനം തകർക്കാനുള്ള പുതിയ വഴികൾ കണ്ടെത്താനും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ സുരക്ഷാ സേനയുടെയും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും ജാഗ്രത വളരെ വലുതാണ്. അതോടൊപ്പം ഈ ശക്തമായ നടപടികൾക്കിടയിൽ നിരപരാധികളായിട്ടുള്ള സാധാരണക്കാർക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തണം. പ്രാദേശിക ജനങ്ങളുടെ സഹകരണമില്ലാതെ ഭീകരവാദത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ കഴിയില്ല. അത് നമ്മളുടെ ഗവൺമെന്റിനും നമ്മളുടെ ആർമിക്കും ഒക്കെ തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ പ്രാദേശിക ജനങ്ങളുമായി നിരന്തരം ബന്ധം
നിലനിർത്താനും അതും അവരുടെ വിശ്വാസം നേടിയെടുക്കാനും ആ ഒരു കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും തുടരണം. സൈനിക നടപടികൾക്കൊപ്പം കാശ്മീരിൽ സാധാരണ ജീവിതം തിരികെ കൊണ്ടുവരാൻ വികസനം, വിദ്യാഭ്യാസം, തൊഴിലവസരങ്ങൾ എന്നിവയെല്ലാം വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. ഇത് ഭീകര സംഘടനകളിലേക്ക് യുവാക്കൾ ആകർഷിക്കപ്പെടുന്നത് കുറയ്ക്കാൻ സഹായിക്കും. കാശ്മീരിലെ ജനങ്ങൾ പതിറ്റാണ്ടുകളായിട്ട് ഈ തീവ്രവാദത്തിൻ്റെയും ഭീകരതയുടെയും സംഘർഷങ്ങളുടെയും പേരിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ശക്തമായ പക്ഷേ ആവശ്യമായിട്ടുള്ള ഈ നടപടികൾ ഭീകരതയെ ഇല്ലാതാക്കി കൂടുതൽ സമാധാനപരവും സമൃദ്ധവുമായിട്ടുള്ള ഒരു ഭാവിക്കുള്ള വഴി തുറക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാശ്മീരിലെ ഓരോ നിഷ്കളങ്കനായിട്ടുള്ള നിരപരാധിയായിട്ടുള്ള പൗരനും ഭയമില്ലാതെ അന്തസ്സോടെ ജീവിക്കാൻ കഴിയുന്നൊരു കാലത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ നിഷ്കളങ്കനായിട്ടുള്ള നിരപരാധിയായിട്ടുള്ള എന്ന വാക്ക് ഞാൻ ഊന്നി പറഞ്ഞത് എന്താണെന്നറിയാമോ? അതവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മാത്രം സ്വസ്ഥതയോടെ ജീവിക്കണം എന്ന് തന്നെയാണ് ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഈ തീവ്രവാദികളൊക്കെ മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങണമെന്ന്? ഒരിക്കലുമില്ല. അവർ കണ്ണടയ്ക്കുമ്പോൾ ഒരു മുഖം അവരുടെ മനസ്സിൽ തെളിഞ്ഞു വരണം. അത് നമ്മളുടെ ഇന്ത്യൻ ആംഡ് ഫോഴ്സിൻ്റെ മുഖമായിരിക്കണം. അതിനെ ഓർത്ത് അവർ പേടിക്കണം, ശിഷ്ടകാലം പേടിച്ച് ജീവിക്കണം. അവർ പതിയെ നമ്മുടെ ആർമി കണ്ടെത്തി അവരെ കൊലവിളിക്കണം എന്ന് തന്നെയാണ് ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നത്. എന്തായാലും ഈ സംഭവ വികാസങ്ങളെല്ലാം തന്നെ കാശ്മീരിൻ്റെ ഭാവിയെ എങ്ങനെ രൂപപ്പെടുത്തുമെന്ന് നിങ്ങൾ കരുതുന്നുവെന്ന് കമൻറ്റുകളിലൂടെ ദയവായിട്ട് എഴുതുക. കമൻറ്റ് എന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സ് എന്നുള്ളത് ചർച്ചകൾക്കുള്ള നല്ലൊരു വേദി കൂടെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ എനിക്ക് അത്രത്തോളം വിലപ്പെട്ടതാണ്. എന്തായാലും പിന്നെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം മറക്കണ്ട, നമ്മളുടെ 2 ദിവസത്തെ 16 മണിക്കൂറോളമുള്ള AI ട്രെയിനിങ് ഇപ്പോൾ തികച്ച സൗജന്യമായിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ AI ടെക്നോളജി ആ ഒരു കാര്യങ്ങളൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. മാത്രമല്ല കംപ്ലീറ്റ് സൗജന്യമാണ് കേട്ടോ. ഒരു പൈസയും നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നുമില്ല. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്. ജയ് ഹിന്ദ്.